സഞ്ജു, സൂര്യ, ഹാർദിക് ഈ 3 പേരും ടീമിലുണ്ടായിരിക്കും. കാരണം ഇവർ 3 പേരും മാത്രമാണ് റൈറ്റ് ഹാൻഡേഴ്സ്. എതിർ ടീം ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രമാണ് ഒരു ടീം 11 ഉള്ളതെങ്കിൽ അവർക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കളിക്കുന്ന ആളുകളുടെ സ്റ്റാർ വാല്യൂ കുറയും തോറും നമ്മുടെ ആവേശം കുറയും. നമ്മുടെ ആവേശം കുറയുക എന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കുറയും. സെലക്ഷനിൽ എങ്ങും തന്നെ സഞ്ജുവിനെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ T20 ലോകകപ്പ് ജേതാക്കൾ ഈ പ്രാവശ്യം സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നു. നമ്മൾ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് വലിയ സർപ്രൈസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അതിന് മുമ്പ് ഓസ്ട്രേലിയക്കെതിരെയൊക്കെ കണ്ട സ്ക്വാഡിനെ എക്സ്പെക്ട് ചെയ്യുന്നു. ഗില്ല് വൈസ് ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പോകുന്നു. സഞ്ജു സാംസൺ ബാക്കപ്പ് ആയിരിക്കും. പക്ഷേ സർപ്രൈസ് ആയിരുന്നു മൊത്തം. എങ്ങനെയായിരുന്നു ശരിക്കും സ്ക്വാഡ് സെലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നു? ഇത് സത്യത്തിൽ അടിപൊളി ടീമാണ്. ശരിക്കും ഇതാണ് ഈ ലോകകപ്പിന് പോകേണ്ട ഒരു ടീമാണിത്, ഒരു സംശയമില്ല. എല്ലാവരും പറഞ്ഞതിനോട്ട് അതിലൊരു വലിയ സർപ്രൈസ് ഉണ്ട്. ഗില്ലിനെ പുറത്താക്കും എന്നത് ആരും കണക്കൂട്ടിയ സംഭവമില്ല. സഞ്ജു ടീമിലുണ്ടാവും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഗില്ല് പുറത്താകും എന്നാരും കണക്കുകൂട്ടിയില്ല. ഗില്ലിന് പകരം ഇഷാൻ ടീമിലേക്ക് വന്നത് ശരിക്കും വലിയ സർപ്രൈസായിരുന്നു. ഉറപ്പായിട്ടും വലിയ സർപ്രൈസാണ്. ഒരു സെലക്ഷൻ കമ്മിറ്റി നല്ലൊരു ധൈര്യസമേതം ഒരു തീരുമാനം എടുത്തു, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പം ശരിക്കും സഞ്ജു സാംസനെ സംബന്ധിച്ച് T20 കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി തുടർച്ചയായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു താരം ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. വൈസ് ക്യാപ്റ്റനായിട്ട് ഗില്ല് വരുന്നു, അയാൾ ഓപ്പണറാവുന്നു. ശരിക്കും T20 ടീമിനെ പൊളിച്ചെടുക്കുകയാണ് ശരിക്കും സെലക്ടർമാർ ചെയ്തത്. നശിപ്പിച്ചിട്ട് ശരിക്കും ആ ടീമിനെ നശിപ്പിച്ചു എന്ന് പറയാം. നമ്മൾ ആ T20 ടീമിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 50 ഓവർ ക്രിക്കറ്റിൽ നമ്മളെപ്പോഴും നോക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു മൊമെൻ്റം ഉണ്ടാക്കി, അതിനുശേഷം ഒരു 20 ഓവർ വിട്ടിട്ട് ഒരു 40 ഓവർ വരെ ഒന്ന് പിടിച്ച് നിന്ന് പതിയെ അതിനുശേഷം അവസാനത്തെ ഓവറുകളിൽ അടിക്കുക, ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ T20 ഈ ഒരു മധ്യഭാഗത്തെ ഇത് മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് തുടക്കം മുതൽ തീരുന്ന വരെ അടിച്ച് കളിക്കുക എന്നൊരൊറ്റ പരിപാടിയാണല്ലോ T20 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കോർ നമ്മളൊരു 150 മുകളിൽ ഒരു 200-നടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകുന്ന പ്ലെയേഴ്സാണ് നമ്മൾ T20 നോക്കുന്നത്. മാത്രമല്ല ഒരു 30 റൺസ് 30 to 50 റൺസാണ് ഒരു പ്ലെയറിൻ്റെ സോണ്. അത് തന്നെ നമ്മളൊരു കളിക്കാരൻ, ഒരു ആവറേജ് കളിക്കാരൻ ഒരു 3 കളിയിൽ ഈ ഒരു സ്ട്രൈക്ക് റേറ്റിലൂടെ 30 മുതൽ 50 വരെ റൺസൊക്കെ ഒരു 3-4 കളിക്കിടയിൽ 1-2 തവണ അടിക്കുകയാണെങ്കിൽ ടീം കൃത്യമായിട്ട് കളിക്കുന്ന കളിയിലൊക്കെ ഒരു നല്ലൊരു ലക്ഷ്യം 200-ന് മുകളിലുള്ളൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അതാണ് T20 ഫോർമാറ്റ്. അതിന് ഈ പറയുന്ന മുഴുവൻ കളിക്കാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അഭിഷേക് ശർമ്മ, സഞ്ജു, സൂര്യ നിലവിൽ ഒരല്പം ഫോം ഔട്ടാണ്. പക്ഷേ സൂര്യ ഫോമിലായി കഴിഞ്ഞാൽ നമുക്കറിയാം സൂര്യ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന കളിക്കാരനാണ്. തിലകും ഈ കാലിബറുള്ള കളിക്കാരനാണ്. തൊട്ടുപുറമെ ഹാർദിക് പാണ്ഡ്യ. അതിനുശേഷം വന്നൊരു സ്ലോട്ട്, ശരിക്കും കഴിഞ്ഞ ഗില്ല് ടീമിൽ വന്നോടുകൂടിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു സ്ലോട്ട് ഇല്ലാതായി. ആ സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന റിങ്കുമാണ്. ശരിക്കും നമുക്ക് ഒരുപക്ഷെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്, കളിച്ച എല്ലാ കളികളിലും ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച കളി പുറത്തെടുത്ത ഒരു കളിക്കാരാണ് റിങ്കുവിന് വെളിയിൽ പോകേണ്ടി വരുന്നു എന്നുള്ളത്. അതിന് പകരം ഗില്ലിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗില്ല് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നതോടുകൂടി ഈ സ്ട്രക്ചർ മൊത്തത്തിൽ പോയി. ഗില്ലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. ഗില്ല് സഞ്ജുവിനെ പോലെയോ അല്ലെങ്കിൽ അഭിഷേകിനെ പോലെയോ തെലുങ്കിനെ പോലെയോ എക്സ്പ്ലോസീവ് അല്ല. ഗില്ല് കഴിഞ്ഞ 25 ബോൾ 28 മറ്റാണല്ലോ ഗില്ല്. അപ്പം അങ്ങനെ എക്സ്പ്ലോസീവ് അല്ലാത്തൊരു കളിക്കാരൻ, അതൊരു ടീമിൻ്റെ ആദ്യത്തെ മൊമെൻ്റം നഷ്ടപ്പെട്ടു. ടീമിൻ്റെ സ്ട്രൈക്ക് റേറ്റ്, അതായത് ഒരു 150-ന് മുകളിൽ ആദ്യത്തെ 5 ഓവർ 10 ഓവർ സ്ട്രൈക്ക് റേറ്റ് വരേണ്ട സ്ഥാനത്ത് ടീമിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 100-നടുത്തേക്ക് 25 ബോൾ 28 ഗില്ലെടുത്തത്. അഭിഷേക് ഒരു സൈഡിൽ നിന്ന് അടിച്ചതുകൊണ്ട് മാത്രം വലിയ തരക്കേടില്ലാതെ കളി പോയി പിടിച്ചു നിന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പര 5 മത്സര പരമ്പരയായിരുന്നു. 3 കഴിഞ്ഞു. 4ാമത്തെ വന്നപ്പോൾ ഗില്ലിന് പരിക്ക് പറ്റുന്നു. 5ാമത്തെ ആയപ്പോൾ സഞ്ജു കളിക്കുന്നു. ഗില്ലിൻ്റെ പരിക്കിൻ്റെ പേരിലാണ് ആ പരമ്പരയിലെ അവസാനത്തെ 2 മത്സരങ്ങൾ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പരിക്കില്ലായിരുന്നു. അവസാനത്തെ 1-2 മത്സരങ്ങളിൽ ഗില്ല് ഒരു 50 എങ്ങനെ അടിച്ചെന്ന് വെച്ചോ. ഇപ്പോൾ ഈ ഗില്ല് T20 വേൾഡ് കപ്പ് ടീമിൽ വരുമായിരുന്നു. ഗില്ല് T20 വേൾഡ് കപ്പിൽ വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഗില്ല് പൂർണ്ണമായും പരാജയപ്പെട്ടല്ലേ. ഒരു രീതിയിൽ ന്യായീകരിക്കാവുന്ന അവർക്ക് യാതൊരു രീതിയിലും ഗില്ലിനെ ന്യായീകരിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ഒരു 50 അവസാനത്തെ കളിയിൽ കളിച്ച ആ 28 കുറച്ചുകൂടി ഒരു 48 അടിക്കുകയോ സ്ട്രൈക്ക് റേറ്റ് 150-ന് മുകളിൽ കയറുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും
അത് സാധിച്ചേനെ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഗില്ല് കൺവിൻസ്ഡ് ആയിരുന്നു ഞാനിനി എത്ര മോശമായി കളിച്ചാലും ഞാൻ വൈസ് ക്യാപ്റ്റനാണ്, ഞാൻ പോകുമെന്ന്. ആ ഒരു കാരണം കൊണ്ടായിരിക്കണം ഗില്ലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെച്ചാൽ എനിക്ക് അടിക്കണം, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ ഒക്കെ മുമ്പിൽ എപ്പോഴും സമ്മർദ്ദമാണ്, കളിക്കുന്ന കളികളിൽ അടിച്ചില്ലെങ്കിൽ പുറത്താണ്. ഗില്ലിന് ആ സമ്മർദ്ദമില്ല, അതുകൊണ്ട് തന്നെ ഗില്ല് കുറച്ചുകൂടി അലസമായിട്ട്. അതും എനിക്ക് തോന്നുന്നത് 20 റൺസ് വരെയൊക്കെ ഗില്ല് അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിൽ പോയിട്ട് ബാക്കി അടുത്ത ബോളുകൾ കംപ്ലീറ്റ് ഗില്ല് വേസ്റ്റാക്കി കളഞ്ഞു. കുറച്ചുകൂടി ബെറ്റർ ആക്സലേറ്റർ ചെയ്യാനുള്ള ഒരു തോന്നലും ഗില്ലിനുണ്ടായില്ല എന്നുള്ളതാണ്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു T20 കളിക്കുന്ന കളിക്കാരന് യോജിച്ചതല്ല ഗില്ലിന്. പലപ്പോഴും ഗില്ലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിലാണ് കളിക്കുന്നത്, എല്ലാവരും പറയും സഞ്ജുവിൻ്റെ സ്റ്റാറ്റ്സും ഗില്ലിൻ്റെ സ്റ്റാറ്റ്സും കമ്പയർ ചെയ്യും. പക്ഷേ എല്ലാവരും മറന്നു പോകുന്നത് സഞ്ജു ആസ് ആൻ ഓപ്പണർ ഗിൽ ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഇതാരും മറന്നു പോകുക. അത് മനഃപൂർവ്വം മറക്കുന്നത്, അത് മനഃപൂർവ്വം മറക്കുന്നതാണ്. അതിൽ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. T20 ഓപ്പണിംഗ് സ്ലോട്ടുകളിൽ കളിക്കുന്ന കളിക്കാരൻ്റെ സ്ട്രൈക്ക് റേറ്റും അവരുടെ ആവറേജും കുറച്ച് സന്തുലിതമായിട്ട് ഒരു 30-നടുത്തുള്ള ആവറേജ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുകയും സ്ട്രൈക്ക് റേറ്റ് ഒരു 150 അടുത്തുണ്ടാവുകയും ചെയ്യുന്നത് T20 അതാണ്. പക്ഷേ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 5-6 സ്ലോട്ടിൽ കളിക്കുന്ന ആളുകളുടെ ആവറേജ് ആരും നോക്കേണ്ട കാര്യമില്ല. അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ റിങ്കുവിന് കിട്ടുന്നത് 5 ബോൾ 6 ബോൾ 2 ബോളൊക്കെയാണ്. ആ കിട്ടുന്ന ബോളുകളിൽ മാക്സിമം, അതായത് താഴേക്ക് ഇറങ്ങുന്നവരുടെ സ്ട്രൈക്ക് റേറ്റ് 200-നടുത്തേക്ക് എത്തുന്നു. ആരും ആവറേജ് നോക്കുന്നില്ല. ഒരു കളിക്കാരനെ ഓപ്പണിംഗ് സ്ലോട്ടിലും 6ാമത്തെ സ്ലോട്ടിലും മാറി മാറി കളിപ്പിച്ചാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കുന്ന സമയത്ത് അയാൾ ആവറേജ് ഉണ്ടാക്കും ഉറപ്പായിട്ടും. പക്ഷേ 6ാമത്തെ സ്ലോട്ട് ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് ആവറേജ് ഉണ്ടാവില്ല. അതായത് ഈ രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ഈ പ്ലെയറിനെ സ്ഥിര ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കുന്ന ഒരു പ്ലെയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിലെ പെർഫോമൻസും ഗില്ലിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിലെ പെർഫോമൻസും മാത്രം എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സഞ്ജുവിൻ്റെ അത്ര ബെറ്ററോ സഞ്ജുവിനെ അത്രയോ കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിച്ചിരിക്കുന്ന ഒരൊറ്റ പ്ലെയർ അഭിഷേകാണ്. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ത്രൂ ഔട്ട് 2-3 പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ 2-3 സ്ലോട്ടിലുള്ള ആവറേജുമായിട്ട് ഒരു സ്ലോട്ടിൽ മാത്രം കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ആവറേജ് അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിലെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ കമ്പയർ ചെയ്താൽ പോലും ഗില്ലിൻ്റെ പെർഫോമൻസിന് അടുത്ത് തന്നെയുണ്ട് സഞ്ജുവിൻ്റെ പെർഫോമൻസും. പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ബഹുദൂരം മുന്നിലാണ്. ഓപ്പണിംഗ് സ്ലോട്ടിൽ എനിക്ക് തോന്നുന്നു അഭിഷേക്, സഞ്ജു, ജയ്സ്വാൾ, അതിനുശേഷം നാലാമതോ അതിൽ താഴെയോ പോകും ഗില്ലിൻ്റെ പെർഫോമൻസ്. ഇപ്പം T20 ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യം അടിച്ച് കളിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ. അത് മാത്രമല്ല, ഒരു സ്കോർ സേഫ് അല്ല. ഇപ്പം 220 റൺസ് എടുത്താൽ പോലും 221 ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പണന്റ് വന്നു കഴിഞ്ഞാൽ നടക്കും, ഈസിയായിട്ട് നടക്കും. അപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെയാണ് രീതി. അപ്പം നിലവിലത്തെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പെർഫെക്റ്റ് 11 എങ്ങനെയായിരിക്കും ലോകകപ്പിലെ? ഇത് നമ്മൾ ഈ ടീം ശ്രദ്ധിച്ചാലറിയാം. ഈ ടീമിൽ 3 കളിക്കാരുടെ പ്ലേയിങ് 11 ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഈ ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്. സഞ്ജു, അതുപോലെ സൂര്യ, ഹാർദിക്, ഈ 3 പേരും ടീമിലുണ്ടായിരിക്കും. കാരണം ഇവർ 3 പേരും മാത്രമാണ് റൈറ്റ് ഹാൻഡേഴ്സ്. അതായത് ഇവരിൽ ഒരാൾ എടുത്തു കളഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡേഴ്സ്. അത് എതിർ ടീം ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രമാണ് ഒരു ടീം 11 ഉള്ളതെങ്കിൽ അവർക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം പ്രത്യേകിച്ച് സഞ്ജു അല്ലെങ്കിൽ എന്തായാലും സൂര്യയെ ടൂർണമെൻറ്റ് നടക്കുന്നതെടുത്ത് കളയാൻ സാധ്യതയില്ല. ഹാർദിക്കിനെയും കളയാൻ സാധ്യതയില്ല. സഞ്ജു അല്ലെങ്കിൽ അത്ര മോശം പെർഫോമൻസ് തുടർച്ചയായി കാഴ്ചവെച്ചാലൊക്കെ മാത്രമേ ഈശാൻ കിഷന് സാധ്യതയുള്ളൂ. അതായത് ടീമിൻ്റെ പ്ലേയിങ് 11 ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. ഒരു പക്ഷേ സ്പിന്നർമാരുടെ എണ്ണോ ബോളർമാരുടെ എണ്ണത്തിലും, അതായത് ടോപ്പ് 6 ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ടോപ്പ് 6-7 ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഈ അവസാന നിമിഷത്തെ ഒരു മാജിക് ഇല്ലേ ടീമിൽ ഉണ്ടായ മാറ്റം, ഇത് ശരിക്കും ആര് കാരണം? അഗാർക്കറിന് അതിനകത്ത് വലിയ കളി ഉണ്ടെന്ന് തോന്നില്ല. പ്രഖ്യാനോജ അത് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ കണ്ടത്. അതായത് ഇവർ ഈ സെലക്ടർമാർ RP സിംഗും പ്രജ്ഞാൻ ഓജയും അതായത് ഈ സെലക്ഷനിൽ എങ്ങും തന്നെ സഞ്ജുവിനെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് മനസ്സിലായിടത്തോളം അവിടെ ഡിസ്കഷൻ നടന്നത്
ഇഷാൻ കിഷനെ ടീമിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നായിരുന്നു. സഞ്ജു ഓൾറെഡി ടീമിലുണ്ട്. അതിനുശേഷം ഇവർ ഈ ഓജയും RP സിംഗും ഇഷാൻ കിഷൻ്റെ കളി നേരിട്ട് കണ്ടിരുന്നു. ഇഷാൻ കിഷൻ വളരെ അവരുടെ ടീമിനെ കപ്പ് നേടിക്കൊടുത്തു, വളരെ മികച്ച പെർഫോമൻസ്. അങ്ങനെ കിഷാനെ ഉൾപ്പെടുത്താതിരിക്കുന്നത് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നതിന് ശേഷമുള്ള ഡിസ്കഷനിലാണ് അവർ ഗില്ലിനെ ഡ്രോപ്പ് ചെയ്ത് ഇഷാൻ കിഷനെ ടീമിലെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ പല കാലഘട്ടത്തിലും പല ആൾക്കാരോട് മത്സരിച്ച ആളാണ് സഞ്ജു. ഒരു സമയത്ത് അയാൾ പന്തിനോട് മത്സരിച്ചു, രാഹുലിനോട് മത്സരിച്ചു, ഗില്ലിനോട് മത്സരിച്ചു. ഈ മത്സരങ്ങളിലൊന്നും അയാളുടെ സ്റ്റാറ്റ്സ് മോശമായതുകൊണ്ടല്ല. പക്ഷേ അവിടെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് കേൾക്കുന്ന ലോബി, ഇന്ത്യൻ ടീം മൊത്തം ലോബി കളിയാണ്. ശരിക്കും ഈ ലോബി അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ ലോബിങ് എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ശരിക്കും ഒരു കളിക്കാരന് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ വാല്യൂ പലവിധ ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് 3 ബില്യൺ ആണെന്ന് തോന്നുന്നു, 3 ബില്യണോ മറ്റോ ആണെന്ന് തോന്നുന്നു ഹോട്ട്സ്റ്റാർ നമ്മുടെ സംപ്രേഷണ അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അത് തുകയിൽ സംശയമാണ്, പക്ഷെ നോക്കാം. എന്തായാലും ആ വരുന്ന അത്ര വലിയൊരു തുകയ്ക്കടുത്താണ് സംപ്രേഷണാവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കളികൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തുക ഇവരെങ്ങനെ മുതലാക്കും? ഇവർ മുതലാക്കുന്നത് പരസ്യത്തിലൂടെയാണ്. എങ്ങനെയാണ് പരസ്യം കൊടുക്കുന്നത്? അതായത് ഈ കളിക്കുന്ന ഇന്ത്യൻ ടീം, ഈ ഇന്ത്യൻ ടീമിന് പകരം നമ്മുടെ അണ്ടർ 19 കളിക്കുന്ന മികച്ച ഇതിനേക്കാളും നല്ല സ്ട്രൈക്ക് റേറ്റുള്ള കളിക്കാരെ എടുത്തിട്ട് അവരെ വിടുകയാണെന്ന് വിചാരിക്കുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ആവേശത്തോടുകൂടി ആ കളി കാണുമോ? ഇല്ല. അതായത് കളിക്കുന്ന ആളുകളുടെ സ്റ്റാർ വാല്യൂ കുറയും തോറും നമ്മുടെ ആവേശം കുറയും. നമ്മുടെ ആവേശം കുറയുക എന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കുറയുക. വ്യൂവർഷിപ്പ് കുറയുക എന്ന് പറഞ്ഞാൽ പരസ്യ വരുമാനം കുറയുക എന്നർത്ഥം. അതായത് കൂടുതൽ ആളുകൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കില്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഈ സംപ്രേഷണം പിടിച്ചിരിക്കുന്ന ടീമിൻ്റെ ആവശ്യമാണ് സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾ. 2, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ഇനിയും ഈ അഡ്വർടൈസ്മെൻറ്റ് ഈ പരസ്യമാണല്ലോ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു കാലം തൊട്ട് MRF ആണ് ഒരു വലിയ ഇൻഡിക്കേറ്റർ. നമുക്ക് MRF ബാറ്റ് സ്പോൺസർ ചെയ്യുന്ന കളിക്കാർ സച്ചിൻ, വിരാട് കോഹ്ലി. അതിനുശേഷം MRF കണ്ടെത്തിയിരിക്കുന്ന ആളാണ് ഗിൽ. അതായത് ഇന്ത്യൻ ടീമിൻ്റെ സൂപ്പർ സ്റ്റാർ ആകും എന്ന് ഉറപ്പുള്ള കളിക്കാരാണ്. അതായത് ഞാൻ പറഞ്ഞ MRF ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് മാത്രമല്ല, മറ്റ് പല പരസ്യ ഏജൻസികളും. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ക്രിക്കറ്റ് കളിക്കാരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. സഞ്ജു ആഡിൽ വന്നിട്ടുള്ള സഞ്ജു വന്നിട്ടുള്ള എത്ര അഡ്വർടൈസ്മെൻറ്റ്സ് TV-യിൽ കാണാറുണ്ട്? ഭയങ്കര കുറവാണ് അല്ലേ? വളരെ കുറവാണ്. കുറച്ച് ഒരു പക്ഷേ എനിക്ക് 1-2 കുറച്ച് കേരള ബ്രാൻഡുകളോ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ IPL ടീമിൻ്റെ പരസ്യം വരുന്ന അങ്ങനെയുള്ള, കേരളത്തിൽ ബിൽ ബോർഡുകളൊക്കെ ഉണ്ട്. നമ്മൾ നാഷണൽ ടെലിവിഷനിൽ സഞ്ജുവിന് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ സഞ്ജു ഇല്ല. ഇനി ഗില്ലിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഗില്ലാത്ത പരസ്യമില്ല. അതായത് ഗില്ല് കളിക്കുന്ന ഒരു കളിയിലായിരിക്കുമോ ഗില്ല് കളിക്കാത്ത ഒരു കളിയിലായിരിക്കുമോ ഈ പരസ്യങ്ങൾ കൂടുതൽ TV-യിൽ കാണിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകുക. ഗില്ല് 6 അടിച്ചതിന് ശേഷം ഗില്ലിൻ്റെ ഒരു ഷേവിംഗ് സെറ്റുമായിട്ട് വരുന്നത് ആളുകൾ കാണുമ്പോൾ അതിനാണ് കൂടുതൽ അപ്പീല്, അല്ലേ? അപ്പം ഗില്ല് കളിക്കുക എന്നുള്ളത് അപ്പോൾ ആരുടെ കൂടി ആവശ്യമുണ്ട്? നമ്മൾ ആദ്യം ഒന്ന് കണ്ടു, ഈ പരസ്യം, ഈ കൂടുതൽ പരസ്യം ആളുകൾ ചെയ്യണമെങ്കിൽ ഗില്ലിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രാൻഡുകളാണല്ലോ, ഉണ്ടാവണമല്ലോ. ഇത്ര കോടികൾ മുടക്കി ഗില്ലിന് സ്പോൺസർഷിപ്പ് എടുത്ത MRF അതുപോലുള്ള കമ്പനികൾക്ക് അവർക്ക് ഗില്ല് ടീമിന് വെളിയിലിരിക്കുന്നതാണോ ഗില്ല് കളിക്കുന്നതാണ് താല്പര്യം? MRFൻ്റെ ബാറ്റ് നിരന്തരം TV-യിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് താല്പര്യം. അതായത് ഞാൻ ഈ ആരോട് സംസാരിക്കും എന്നുള്ളതല്ല, നമ്മളതിൻ്റെ കൊമേഴ്സ്യൽ വാല്യൂ മാത്രം നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചോയ്സ് ഉണ്ട്. ഒരാളോട് സംസാരിക്കാൻ പറ്റും. അതായത് ഈ പരസ്യ കമ്പനികളിലെ പ്രതിനിധികൾക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റും എന്ന് കരുതുക. നമുക്ക് അതിലേക്ക് വരാം. സാധിക്കും എങ്കിൽ അവർ ഗില്ലിന് ഫേവറബിളായിട്ട് സംസാരിക്കില്ലേ? ഏതെങ്കിലും രീതിയിൽ ഈ പരസ്യ കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കണക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ തങ്ങളുടെ ഈ കമ്പനികളുമായിട്ട് കൂടുതൽ കൊളാബറേഷനുള്ള ആളുകളെ സഞ്ജു വേഴ്സസ് ഗിൽ 50-50 ചോയ്സ് വന്നാൽ വളരെ സിമ്പിളാണ്. സഞ്ജു ഗിൽ 50-50 ചോയ്സ് വരുന്ന ഒരു സന്ദർഭത്തിൽ ഗില്ലിൻ്റെ പരസ്യ കമ്പനികളുമായിട്ട് ടൈപ്പുള്ള സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾ സഞ്ജുവിനെ പിന്തുണയ്ക്കോ ഗില്ലിനെ പിന്തുണയ്ക്കും. വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് പരസ്യം കൂടുതൽ വരുന്നത് അതായത് സഞ്ജുവിനാണോ? നമ്മളൊരു പക്ഷേ കേരളത്തിലെടുത്ത് നോക്കുമ്പോൾ സഞ്ജുവിനാണ് കൂടുതൽ വാല്യൂ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ കണ്ടു സഞ്ജുവിൻ്റെ പരസ്യ വരുമാനം തന്നെ പരസ്യത്തിലുള്ള
എന്തുകൊണ്ടാണെന്നറിയില്ല. പരസ്യത്തിൽ സഞ്ജുവിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ സഞ്ജുവിന് വാല്യൂ ഉണ്ട് എന്ന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കരുതുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ സഞ്ജുവിന് ബ്രാൻഡ് വാല്യൂ ഗില്ലിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗില്ല് കളിക്കാനാണ് അതായത് $3 ബില്യൺ മുടക്കി സംപ്രേഷണ അവകാശം എടുത്തിരിക്കുന്ന ഹോട്ട്സ്റ്റാർ അടക്കമുള്ള കമ്പനികൾക്ക് താല്പര്യം കൂടുതൽ പരസ്യം ചെയ്യുന്ന ആളുകൾക്കാണ്. 2, ഈ പരസ്യം ചെയ്യുന്ന ബ്രാൻഡുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക ഈ കളിക്കാരൻ കളിക്കുന്നുണ്ടെന്ന്. ഉറപ്പായിട്ടും. ഇനി ഇതിന് മൂന്നാമതൊരു വശം കൂടിയുണ്ട്. ഈ കളിക്കാരെ സ്പോൺസർ ചെയ്യുന്ന, കളിക്കാരെ മാനേജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇന്ത്യയിൽ പൊതുവേ 2-3 കമ്പനികളുണ്ട്. ഒന്ന് ഈ കോർണർ സ്റ്റാർ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അതിൻ്റെ വിരാട് കോഹ്ലി അതിൻ്റെ ഡയറക്ടറാണ്. രോഹിത് ശർമ്മയുടെ ഭാര്യയുടെ സഹോദരനോ മറ്റോ ആണ് അതിൻ്റെ ഓണർ. അതുപോലെ തന്നെ റിലയൻസിൻ്റെ വേറൊരു കമ്പനിയുണ്ട്. അപ്പം ഈ കമ്പനികളാണ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടീമിലെ കളിക്കാരെ മാനേജ് ചെയ്യുന്നത്. സഞ്ജു ഈ ടോപ്പ് 2 പ്ലെയർ മാനേജ്മെൻറ്റ് കമ്പനികളിൽ ഭാഗമല്ല. സഞ്ജു ഇവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഡിസിഷനിൽ ഈ പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യുന്ന, അതുമാത്രമല്ല രണ്ടാമത്തെ റിലയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. ആലോചിച്ച് നോക്കണം, ഒരു IPL ടീം മുംബൈ ഇന്ത്യൻസ് ഉണ്ട്. അവരുടെ വിവിധ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകളുണ്ട്, ബ്രാൻഡുകളുണ്ട്. അതെല്ലാം കൂടാതെ പ്ലെയർ മാനേജ്മെൻറ്റ് കമ്പനിയുണ്ട്. ഒരു പ്ലെയറിനെ നിശ്ചയിക്കുമ്പോൾ സെലക്ടർമാരെ ലോബി ചെയ്യാം. അതായത് സെലക്ടറിന് ഉദാഹരണത്തിന് നമുക്ക് തമ്മിൽ പേഴ്സണലി പരിചയമുണ്ട്. ഞാനാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരിക്കുന്നത്. ഞാൻ നിർണായക തീരുമാനം നാളെ എടുക്കുകയാണ്. നിങ്ങൾക്ക് നാളെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാമല്ലോ, സഞ്ജുവിന് എടുത്തുകൂടെ, അല്ലെങ്കിൽ ഗില്ലിന് എടുത്തുകൂടെ, നോർമലി തന്നെ സംസാരിക്കാം, എന്നെ സ്വാധീനിക്കാം. നിങ്ങളോടൊരു പക്ഷേ നിങ്ങൾ ഈ കമ്പനിയുടെ ആളാവാം, അല്ലെങ്കിൽ കമ്പനിയുടെ ആൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വലിയ രീതിയിലുള്ള ലോബിയിങ് നമ്മൾ ഈ വളരെ സിമ്പിളാണ്. ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല. വെറുതെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓരോ കമ്പനിയിലും ഏതൊക്കെ പ്ലെയേഴ്സാണ് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ഈ പ്ലെയേഴ്സ് തമ്മിലുള്ള ബന്ധം നോക്കുക. അതായത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഏതൊക്കെ കമ്പനികളാണെന്നും ഏതൊക്കെ പ്ലെയേഴ്സാണെന്നും, കോഹ്ലിയുടെ കീഴിൽ ഏതൊക്കെ പ്ലെയേഴ്സ് ആണെന്നും, ധോണിയുടെ കീഴിൽ ഏതൊക്കെ പ്ലെയേഴ്സ് ആണെന്നും, ഇവർ തമ്മിൽ ഏതൊക്കെ കമ്പനിയിൽ കണക്റ്റഡ് ആയിരുന്നു എന്നും വളരെ സിമ്പിളാണ്. ഇപ്പം ധോണിയുടെ കാലത്ത് സുരേഷ് റെയ്ന അല്ലെങ്കിൽ ജഡേജ, അശ്വിൻ ഇവരൊക്കെ ഏത് പ്ലെയർ മാനേജ്മെൻറ്റ് കമ്പനിയിലായിരുന്നു നോക്കുക. അതേപോലെ തന്നെ രോഹിത് ശർമ്മയുടെ നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ്റെ ഒരു നല്ലൊരു പിക്ചർ കിട്ടും. അതായത് വളരെ നമ്മുടെ ഋഷഭ് പന്തിൻ്റെ കാല് ആലോചിച്ച കാണാം. പന്ത് കിടക്കയിലാടുന്ന സമയത്ത് തന്നെ രോഹിത് ശർമ്മ അവിടെ പോയിട്ട് പറയുന്നു, നീ ഇത് ശരിയായ ഉടനെ നീ ടീമിൽ വരും എന്ന് ഉറപ്പ് കൊടുക്കുന്നു, നീ ലോകകപ്പ് കളിക്കും. ആലോചിച്ച് നോക്കണം, നമ്മൾ ഈ ക്യാപ്റ്റൻ ശരിക്കും നമ്മൾ ആദ്യത്തെ പോയിന്റ് ഓർക്കുന്നത് ക്യാപ്റ്റൻ ആ പോസിറ്റീവ് ഒക്കെ ആയിട്ട് ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ പക്ഷേ നമ്മൾ ഈ പറയുന്ന നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പം ഉദാഹരണത്തിന് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അല്ല അത് പറഞ്ഞത് എന്ന് തെളിയിക്കാനുള്ള തെളിവില്ല. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ, ഋഷഭ് പന്തിൻ്റെയും കമ്പനി ഏതാണെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു രീതിയിലുള്ള കണക്ഷൻസ് നോക്കുമ്പം സ്വാഭാവികമായിട്ടും ഋഷഭ് പന്ത് കളിക്കുന്നതാണ് ഇവരുടെ ഇൻട്രസ്റ്റുകൾക്ക് കൂടുതൽ യോജിക്കുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ആലോചിച്ചതിന് ശേഷം ഇത്ര ഇത്ര കോടികൾ മുടക്കി ഇത് ചെയ്യുന്ന പരസ്യ കമ്പനിക്കാർക്ക്, ടെലികാസ്റ്റേഴ്സിന്, ഈ പ്ലെയർ മാനേജ്മെൻറ്റ് കമ്പനികൾക്ക്, ഇവർക്കൊക്കെ സഞ്ജു ടീമിലുണ്ടാകുന്നതാണോ ഗില്ല് ടീമിലുണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിളാണ്. ഒരു 50-50 ചാൻസ് ഉള്ള സന്ദർഭത്തിൽ ഉറപ്പായിട്ടും അവരെ പ്രിഫർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത്തവണ ഗില്ലിൻ്റെ പെർഫോമൻസ് അത്ര മോശമായിപ്പോയി. കാരണം അവർക്ക് ഗില്ലിനെ ടീമിൽ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ഗില്ലിൻ്റെ കരിയർ ഗ്രോത്തിന് തന്നെ പ്രശ്നമായിരിക്കാം. ഇത് മറ്റേ ചോട്ടാ മുംബൈ സിനിമയ്ക്കകത്ത് മറ്റേ കലാഭവൻ നിവൃത്തിയില്ലാതെ അനിയനെ അതുപോലെയാണ് നിർവാഹമില്ലാതെ ഒരു പക്ഷേ അടുത്ത ഈ T20 കളിച്ചിട്ട് T20 വേൾഡ് കപ്പിൽ കളിച്ചിട്ട് ഈ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചെന്ന് വെച്ചു അവൻ്റെ മൊത്തത്തിലുള്ള ഗില്ലിന് അടുത്ത കാര്യം ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനാണ്. ഈ ഇത്ര സ്പോൺസർഷിപ്പ് കമ്പനികൾ ആലോചിച്ച് നോക്കണം. സച്ചിനും കോഹ്ലിക്കും ശേഷം പോസ്റ്റർ ബോയാണ്. അങ്ങനെ ഒരാൾ ഒരു വേൾഡ് കപ്പിൽ പോയി പരാജയപ്പെട്ടാൽ
ഒരു പക്ഷേ അതൊക്കെ ആ പോസ്റ്റർ പോയി. അത് പിന്നെ മറ്റ് ഫോർമാറ്റുകളെ ബാധിക്കും. നിലവിലിപ്പോൾ ഈ ഒരു ടീം പോയി തോട്ടെന്ന് വെച്ചു, ഈ പോകുന്ന ടീം പോയി തോറ്റാൽ എന്താണ് പ്രശ്നം? സൂര്യ കളിച്ചില്ലെങ്കിൽ സൂര്യ പുറത്താവും. അല്ല, ഓൾറെഡി സൂര്യക്ക് ഒരു പ്രായമാവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ കളിച്ചില്ല, ടീം തോറ്റു, സൂര്യ പുറത്താവും. സഞ്ജു കളിച്ചില്ലെങ്കിൽ സഞ്ജു പുറത്താവും. അഭിഷേക് എന്തായാലും പുറത്താവൂല. ഹാർദിക് നന്നായി കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഫിക്സഡാണ്. അതായത് അവർ സേഫാണ്. ഈ T20 വേൾഡ് കപ്പിൽ ഈ ടീം തോറ്റാൽ അവരടുത്ത ടീമിനെ പ്രഖ്യാപിക്കുകയും ഗില്ലിനെ ക്യാപ്റ്റനായിട്ട് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും. അതായത് ഗില്ലിനെ സംബന്ധിച്ചിട്ട് ഒന്നും നഷ്ടപ്പെട്ടില്ല. ഗില്ലിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ സംബന്ധിച്ചോ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് സഞ്ജു ഒരു 2-3 സെഞ്ചുറിയൊക്കെ വരുന്ന T20 വേൾഡ് കപ്പിൽ അടിക്കുകയും ടീം വിജയിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സൂര്യ ക്യാപ്റ്റനായി കുറച്ച് നാളൂടെ തുടരും. അല്ലെങ്കിൽ സൂര്യ പുറത്തു പോകുന്ന സിറ്റുവേഷൻ വന്നാലും ഒരുപക്ഷെ അവർ ഗില്ലിനെ തിരികെ കൊണ്ടുവന്ന് ഗില്ലിനെ തന്നെ ക്യാപ്റ്റനാക്കും. അതായത് ഗില്ലിന് പ്രത്യേകിച്ച് ഇതൊന്നും നഷ്ടമൊന്നുമില്ല. ഗില്ലിന് T20 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല എന്നതൊഴിച്ചാൽ ഗില്ലിന് കാര്യമായിട്ടും നഷ്ടമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒരു ബെറ്റർ എന്താ പറയുന്നത് ഒരു തീരുമാനമാണ്. അപ്പം വളരെ രസകരമായ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ടീം ഈ ലോബി ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സഞ്ജു ടീമിൽ നിന്ന് വെളിയിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണാറുള്ള ന്യൂസ് എന്താണ്? സഞ്ജു പുറത്ത് അല്ലേ? അല്ലെങ്കിൽ കുറച്ച് ആരാധകർ ബഹളം ഉണ്ടാക്കും, മലയാളികൾ ബഹളം ഉണ്ടാക്കും. ഗില്ല് ടീമിൽ നിന്ന് പുറത്തായതിനു ശേഷം വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗില്ലിന് അതൃപ്തി, ടീം സെലക്ഷനിൽ പുറത്തു പോയ ഒരു കളിക്കാരൻ കളിക്കാതെ പെർഫോമൻസ് മോശമായിട്ട് വെളിയിൽ പോയൊരു കളിക്കാരനെ കുറിച്ചിട്ട് പത്രത്തിൽ വിടുന്ന വാർത്ത ഗില്ലിന് അതൃപ്തി. ഗില്ലിനെ അറിയിച്ചത് അവസാന നിമിഷം. അതായത് ഗില്ലിനോട് എന്തോ വലിയ അനീതി ചെയ്തു എന്നുള്ള രീതിയിൽ. അതായത് ഇത് PR വർക്കാണ്. നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ PR വർക്കൊക്കെ ഒരുപാട് അതായത് ഈ ഏജൻസികളുണ്ടല്ലോ, ഈ പ്ലെയർ ഏജൻസികൾ ചെയ്യുന്നൊരു കാര്യം പ്ലെയേഴ്സിന് വേണ്ടി പരസ്യ കമ്പനികളോട് നെഗോഷിയേറ്റ് ചെയ്യുന്നു, കരാറുകൾ ഉറപ്പിക്കുന്നു, ലോബിയിങ് നടത്തുന്നു, ഒപ്പം PR-ഉം. അതായത് പ്ലെയേഴ്സിൻ്റെ ഇമേജിന് ഡാമേജ് എവിടെ സംഭവിക്കുന്നു എന്ന് മനസ്സിലായാൽ എവിടെ PR ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണമെന്നറിയാം. അവർക്ക് വേണ്ടിയിട്ട് മുൻ കളിക്കാർ സംസാരിക്കും. ഒപ്പം അവർക്ക് വേണ്ടിയിട്ട് വിവിധ ചാനലുകളിൽ അവർ ആർട്ടിക്കിളുകൾ കൊടുക്കും, വാർത്തകൾ കൊടുക്കും. ഇങ്ങനെ എല്ലാ രീതിയിലും പ്ലെയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. സഞ്ജുവിനെ സംബന്ധിച്ചിട്ട് സഞ്ജു ടോപ്പ് 2 പ്ലെയർ മാനേജ്മെൻറ്റ് കമ്പനികളിലൊന്നും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം സഞ്ജുവിന് ഈ ഒരു PR വർക്കിൻ്റെ പിൻബലമില്ല, നിലവിലില്ല. അത് സഞ്ജു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ചെന്നൈയിലേക്കുള്ള മൂവ് ഒരുപക്ഷെ സഞ്ജുവിന് ഈ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടാവാം. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹോൾഡുള്ള കമ്പനികളുമായിട്ട് ഒക്കെ സഞ്ജുവിന് ടൈപ്പ് ആകാൻ സാധിച്ചാൽ സഞ്ജുവിന് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ പ്രായം ഒരു വിഷയമാകുന്നു. ധാരാളം ചലഞ്ചുണ്ട് ഈ പറയുന്നതിനോട്ട്. ഒത്തിരി പ്ലേയേഴ്സ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ല, യശസ്വി ജയ്സ്വാൾ വെളിയിലാണ്. വൈഭവ് സൂര്യവംശി കളിക്കുന്ന കളിയിലെല്ലാം എല്ലാ കളിയിലും അടിക്കുന്നു. അതുപോലെ ഇഷാൻ കിഷൻ നന്നായി ബാറ്റ് ചെയ്യുന്നു. ഒരുപാട് ടോപ്പ് പ്ലെയേഴ്സ്, അതായത് ആ ഒരു സ്ലോട്ടിൽ കളിക്കാവുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിട്ട് മറ്റു പ്ലെയേഴ്സിനുള്ളതിൻ്റെ ഇരട്ടി കഷ്ടപ്പാടാണ്. നന്നായി കളിക്കുകയും വേണം, ഒപ്പം ഈ ഒരു ഡെഫിസിറ്റ് നികത്തുകയും വേണം. ഈ ഒരു PR വർക്കിലോ പ്ലെയർ മാനേജ്മെൻറ്റ് ഏജൻസി ഈ സംഭവങ്ങളിലൊക്കെയുള്ള ഡെഫിസിറ്റ് കുറയ്ക്കണം. പിന്നെ നമ്മുടെ മലയാളി ആരാധകരുടെ തെറിവിൽ കൂടി കുറയ്ക്കണം, ബാക്കിയുള്ളവരെ പോയി